ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയോ ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്കാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. കേക്ക് ഉണ്ടാക്കാനായി ആദ്യം തന്നെ 1.5 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് നന്നായി അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുത്ത് വെച്ച മാവാണിത്. ഇനി ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ മുട്ട ചേർക്കാത്ത കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈരിന് അതേ അളവിൽ തന്നെ 1/2 കപ്പ് ഓയിൽ കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല, അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. 1.5 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ധാരാളമായിരിക്കും. ഒരു ടേബിൾ സ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഓയിലും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം ഒന്ന് മിക്സ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇതെല്ലാം കൂടി പെട്ടെന്ന് തന്നെ നമ്മൾക്ക് മിക്സ് ആക്കി എടുക്കാൻ പറ്റും. ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയി വരുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോ കേക്കിനുള്ള ബാറ്റർ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോ കേക്കിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള കേക്ക് ടിന്നിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് എണ്ണ തടവിയതിനു ശേഷം കുറച്ച് മൈദപ്പൊടി കൂടി നമ്മൾക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഓയിലും മൈദയെല്ലാം നന്നായി സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അടികട്ടിയുള്ള ഒരു പാത്രം 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കാം. അതിനുശേഷം മൂടി അടച്ച് ഒരു 40 മിനിറ്റ് നമ്മൾക്ക് ബേക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞ് നമ്മൾ ലോ ഫ്ലെയിമിലേക്കും ആക്കി 40 മിനിറ്റ് നമ്മൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റിന് ശേഷം ഞാനിവിടെ മൂടി തുറന്ന് നോക്കുന്നുണ്ട്. കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായി നമ്മൾക്ക് മാറ്റിവെക്കാം. ചൂടാറിയതിനു ശേഷം ഞാനിവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല പെർഫെക്റ്റ് ആയി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ പഞ്ഞി പോലുള്ള കേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾക്ക് കട്ട് ചെയ്യാം. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ നല്ല സ്പോഞ്ച് പോലുള്ള ടീ കേക്ക് നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇത് മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.